ഹലോ ഡിയേഴ്സ്, ഇതൊരു വ്ളോഗും മറ്റു കാര്യങ്ങളും ഒന്നുമല്ല കേട്ടോ. അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. തമ്പനയിൽ കണ്ടതുപോലെ വാഴ ടു ഞാൻ കണ്ട് 2 ദിവസമായി കണ്ടിട്ട് ഇറങ്ങിയ റിലീസിൻ്റെ അന്ന് ഞാൻ കണ്ടു കേട്ടോ. അപ്പം ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അടിപൊളി സിനിമ. അത് തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം. അതിനകത്ത് എന്താ പറയുക, നമ്മളെ ചിരിച്ച് മണ്ണപ്പോൾ എന്ന് പറയുന്നില്ല, അങ്ങനത്തെ ഒരു ചിരിച്ച് മണ്ണപ്പോൾ. അത് മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ചിരിക്കണമെങ്കിൽ സെക്കൻഡ് ഹാഫ് ഫുള്ള് നമ്മളെ കരയിപ്പിക്കും കേട്ടോ. അപ്പം എന്താ പറയുന്നത്, ഫാമിലിയും സിബ്ലിങ്സ് ഉള്ളവർക്കും അച്ഛനും അമ്മ എല്ലാം കൊണ്ട് നമുക്ക് ഒരു കണക്റ്റഡ് ആണ് ഇതിനകത്ത് കേട്ടോ. അത്രയ്ക്കും നമ്മൾ ഇതിനകത്ത് ആക്ടേഴ്സിനെ എല്ലാ ഇൻസ്റ്റയിലും യൂട്യൂബ് ഷോർട്സിലും ഒക്കെ ഇവരുടെ റീൽസ്, കോമഡി റീൽസൊക്കെയാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. പക്ഷേ അവരുടെ ഇമോഷൻസൊക്കെ നമ്മൾ ഈ ഒരു സിനിമയ്ക്കകത്തോടായിരിക്കും കാണുന്നത് കേട്ടോ. അപ്പം ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫ് നമ്മൾ മൊത്തം ചിരിയാണ് കേട്ടോ. ഇപ്പോഴത്തെ സിനിമയിൽ ചിരിക്കാൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാര്യം ഇപ്പോഴത്തെ വരുന്ന സിനിമയിൽ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി ചിരിക്കാമെന്നൊക്കെ പറയില്ലേ, കോമഡി കണ്ടിട്ട് അങ്ങനെയൊക്കെയാണല്ലോ ചിലതിലൊക്കെ. പക്ഷേ ഇതിൽ അതൊന്നുമില്ല, നമ്മൾ ചിരിച്ച് മണ്ണ് വെപ്പും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വാഴ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെയൊക്കെ അതുമായിട്ട് കമ്പയർ ചെയ്യാനല്ല, എന്നാൽ അതിൻ്റെയൊക്കെ ഇരട്ടി മടങ്ങാണ് ഈ ഒരു സിനിമയെന്ന് പറയുമ്പോൾ കേട്ടോ. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഫുള്ള് നമ്മളെ ഫസ്റ്റ് ചിരിപ്പിച്ചെങ്കിൽ സെക്കൻഡ് ഹാഫ് നമ്മളെ കുറേ ചിന്തിപ്പിച്ച് കരയിപ്പിക്കും. അത് എൻ്റെ കേശപ്പം പോലും 6 വയസ്സുള്ള അവൻ വരെ പറഞ്ഞ് ഞാൻ കരഞ്ഞു തിയേറ്ററിൽ ഇരുന്ന്, അവന് കരച്ചിൽ വന്നു. അപ്പം അവൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സിനിമയെക്കുറിച്ചൊന്നും പറയുന്നില്ല, അവൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവന് കരയാൻ തോന്നിയത് അച്ഛയെ ഓർത്തിട്ട് കരയാൻ വന്നു എന്നാണ് അവൻ പറഞ്ഞത്. 6 വയസ്സുള്ള കുഞ്ഞ് പറഞ്ഞാണ്. അപ്പം നമ്മളെപ്പോലെ ഉള്ളവർക്കെന്ന് പറയുമ്പോൾ അതിലെ ഓരോ അതിനകത്ത് അച്ഛനും അമ്മ, ഫാമിലി, സിബ്ലിങ്സ്, ഇങ്ങനെയുള്ള എല്ലാം നമുക്കിങ്ങനെ കണക്റ്റഡ് ആവും കേട്ടോ. നമുക്കിങ്ങനെ അതിനകത്ത് കാണുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കൊള്ളും ആ ഓരോ കാര്യങ്ങളും വരുമ്പോൾ തന്നെ കേട്ടോ. അത്രയ്ക്ക് നല്ല രീതിയിലാണ്. നമ്മൾ ഇവരുടെ ഇൻസ്റ്റയിലൊക്കെ കോമഡി കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് അവർ ആ ഒരു സീനൊക്കെ എന്ന് പറയുമ്പം നമ്മൾ കരയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ ആക്ട് എന്തോരം ആയിരിക്കും, അല്ലെങ്കിൽ ആ കഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അത്രയ്ക്ക് നല്ല സിനിമയാണ് കേട്ടോ. അപ്പം തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം. തിയേറ്ററിൽ നമുക്കിരുന്ന് കാണുമ്പോഴാണ് ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ. പക്ഷേ അല്ലാതെ കണ്ടാലും ആ സിനിമ മോശമാവും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എന്താ പറയുന്നത്, ഒരു ഗുഡ് ഫീൽ മൂവി എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ വാഴ ഫസ്റ്റിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചാൽ കുറേ ചളിയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ സത്യമായിട്ടും പോയത് കേട്ടോ. പക്ഷേ അതൊന്നുമല്ല, നമ്മളെ തുടങ്ങുമ്പം മുതൽ ഫസ്റ്റ് ഹാഫ് തീരുന്നവരെ നമുക്ക് ചിരിയാണ് കേട്ടോ. സെക്കൻഡ് ഹാഫിലോട്ട് കയറുമ്പോൾ കുറേ ചിന്തിപ്പിക്കാനും, എന്താ പറയുന്നത്, എല്ലാവർക്കും എല്ലാ പ്രായത്തിലുള്ളവർക്കും കണക്റ്റ് ആകും. ഫാമിലി എല്ലാവർക്കും കയറിയിരുന്ന് കാണാൻ പറ്റും. ഇപ്പോൾ പഠിക്കുന്നവർക്കായാലും, നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞവരാണ്, സ്കൂൾ കാലഘട്ടം കഴിഞ്ഞവരാണ്, സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കഴിഞ്ഞ ആൾക്കാർക്കും ഒക്കെ കണക്റ്റ് ആവും ഇതിനകത്ത് ഓരോ സീനുകളും കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു സിനിമയാണ്. അപ്പം പറ്റുന്നവർ തിയേറ്ററിൽ പോയി കാണുക. അടിപൊളി സിനിമയാണ്.